ഇന്നുണ്ടല്ലോ നമുക്ക് നല്ല കിടിലൻ ഒരു പഴം പരിചയപ്പെടാലോ. ഒരു നല്ല അടിപൊളി ഒരു ഫ്രൂട്ട്സ് എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടമുള്ളൂ. എന്നാൽ അതിൻ്റെ ടേസ്റ്റിൻ്റെ രുചി കൊണ്ട് നമ്മൾക്ക് ഒരു പ്രാവശ്യം കഴിച്ചാൽ പിന്നെയും കഴിക്കാനായിട്ട് തോന്നുന്ന ഒരു ഫ്രൂട്ട്സ് നമ്മുടെ കേരളത്തിലൊക്കെ ഇപ്പോൾ വ്യാപകമായിട്ട് ഉണ്ടാവുന്നുണ്ട്. നമ്മുടെ കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട മേഖലകളിലൊക്കെ ഒരുപാട് ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഇവൻ വിദേശിയാണ്, നമ്മുടെ നാട്ടുകാരനല്ല. നമ്മുടെ തായ്ലൻഡ്, മലേഷ്യ അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായതുകൊണ്ട് നമ്മുടെ കേരളത്തിൽ പിടിച്ചു വന്ന ഫ്രൂട്ട്സാണ്. അത് വേറൊന്നുമല്ല, നമ്മുടെ സ്വന്തം മാംഗോസ്റ്റിനാണ് കേട്ടോ. അപ്പോൾ അടിപൊളിയാണ്. നമ്മുടെ ഇവിടെ മാംഗോസ്റ്റിനിൽ നിറയെ കായൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ സീസണാണ് കായ ഉണ്ടാവുന്നത്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് നമ്മൾ ആലോചിക്കുമ്പോൾ തന്നെ വായിന്ന് വെള്ളം വരും, കഴിക്കാൻ തോന്നും. ഇത് മൂത്തിട്ടില്ല, ആയി വരുന്നതേ ഉള്ളൂ, കായൊക്കെ പിടിച്ചു വന്നിട്ടേ ഉള്ളൂ. ഇനി ഇത് മൂത്ത് വരുമ്പോഴത്തേക്കും പഴുക്കാറാവുന്ന സമയത്ത് അതിൻ്റെ പുറം ഭാഗത്തെ തൊലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല റെഡ് കളറാവും. നല്ല ഭംഗിയാണ്, കിടക്കുന്നത് കാണാനും ഭംഗിയാണ്, അത് കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഒരെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെയും ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഫുള്ളി പറിച്ച് കഴിക്കാൻ തോന്നും, അതുപോലത്തെ ടേസ്റ്റാണ്. അപ്പോൾ ഇതിന് ആ ഒരു ടേസ്റ്റ് എന്നതിലുപരി ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്, നമ്മൾ അറിഞ്ഞതും അറിയാത്തതുമായ ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പം നമുക്കത് എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. നമ്മുടെ ആരോഗ്യത്തിൻ്റെ ഒരു കലവറ എന്ന് പറയാവുന്ന ഒരു ഫ്രൂട്ട്സാണ് നമ്മുടെ മാംഗോസിൻ എന്ന് പറയുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഇതിലടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻറ്റ്, അത് ഒരു എന്താണ് പറയുന്നത്, എല്ലാ ഫ്രൂട്ട്സിലും ഉണ്ടാവാത്ത ഒരു അപൂർവമായി കാണപ്പെടുന്ന സാന്തോണുകൾ എന്ന് പറയുന്ന ആ ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് ഇതിൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലെ കോശങ്ങളൊക്കെ നശിച്ചു പോവില്ലേ, അതിനെ തടയാനും അതേപോലെ തന്നെ നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനൊക്കെ ആയിട്ട് വളരെ സഹായിക്കുന്ന ഒന്നാണ്. അതോടൊപ്പം തന്നെ ഇതിനകത്ത് വിറ്റാമിൻ സി ഒരുപാട് അടങ്ങിയിട്ടുണ്ട്, വിറ്റാമിൻ ബി കോംപ്ലക്സ് അടങ്ങിയിട്ടുണ്ട്. പിന്നെ അതൊക്കെ കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ആരോഗ്യ ഊർജ്ജവും ഒക്കെ ലഭിക്കാനായിട്ടും രോഗപ്രതിരോധ ശേഷി കൂട്ടാനൊക്കെ ആയിട്ടും വളരെ നല്ല ഒന്നാണ് നമ്മുടെ ഈ ഒരു കുഞ്ഞൻ പഴം. അതുപോലെ തന്നെ നമ്മൾ പൊട്ടാസ്യം, മാഗ്നീഷ്യം, മാംഗനീസ് ഇങ്ങനെ ധാതുക്കൾ ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഹൃദയാരോഗ്യം അതേപോലെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും ഹൃദയാഘാത സാധ്യത കുറയ്ക്കാനൊക്കെ വളരെ സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ ഈ ഒരു ഫ്രൂട്ട്സ്. അതുപോലെ തന്നെ നമ്മുടെ ഇതിലെ ഫൈബർ ഒരുപാട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമീകരിക്കാൻ സഹായിക്കുമെന്ന് പഠനങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, സ്ത്രീകളൊക്കെ ഏറ്റവും കൂടുതലായിട്ട് വിഷമിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മുഖക്കുരുവാണ്. അതേപോലെ തന്നെ നമുക്ക് ചർമ്മത്തിലുണ്ടാവുന്ന അണുബാധകൾ, ഇതൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നു. അപ്പോൾ ഈ മുഖക്കുരു തടയാനും അതേപോലെ തന്നെ നമ്മുടെ ചർമ്മത്തിലെ അണുബാധ തടയാനൊക്കെ ആയിട്ട് ഇത് വളരെ നല്ലതാണ്. ഇതിൻ്റെ ഒരുപാട് പ്രോഡക്റ്റുകൾ നമുക്ക് ലഭ്യമാണ്. കാരണം ഇതിന് മുഖക്കുരു ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫേസ് പാക്കുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. പിന്നെ ഇതിൻ്റെ ഈ ഒരു മാംഗോസിൻ്റെ പുറം തോടുകൊണ്ട് ഹെർബൽ ടീ നമുക്ക് ഉണ്ടാക്കി കുടിക്കാൻ പറ്റും. അതൊക്കെ നമ്മുടെ ശരീരത്തിന് വളരെ കാരണം ഇതിനകത്ത് സാന്തോണുകൾ എന്ന് പറയുന്ന അപൂർവ ഇനം ഈ ഒരു ഘടകം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ, ആൻറ്റി ഓക്സിഡൻറ്റ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് നമ്മുടെ അമിതമായിട്ട് തടിയുള്ളവർക്ക് വണ്ണം കുറയ്ക്കാനൊക്കെ ആയിട്ട് ശ്രദ്ധിക്കുന്നവരുണ്ടല്ലോ, അങ്ങനെയുള്ളവർക്കൊക്കെ ഇതിൻ്റെ ഫ്രൂട്ട്സും ഇതിൻ്റെ ടീയും ഒക്കെ വളരെ നല്ല ഒന്നാണ്. ബ്രസീൽ പോലുള്ള രാജ്യങ്ങളുണ്ടല്ലോ ഈ ഒരു മാംഗോസ്റ്റിൻ എന്ന് പറയുന്നത് ടോണിക്കായിട്ടാണ് ഉപയോഗിക്കുന്നത്. കാരണം അവരുടെ ശരീരത്തിൻ്റെ ക്ഷീണം അകറ്റാനും അതേപോലെ തന്നെ ഉന്മേഷം ലഭിക്കാനും ഒക്കെ ആയിട്ട് അവരിത് യൂസ് ചെയ്യാറുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ അവിടെയുള്ള സ്ത്രീകളുടെ ആർത്തവ സംബന്ധമായുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അതിനും അതിൻ്റെ വേദനയ്ക്കും ഒക്കെ ഇതിൻ്റെ വേരും തൊലിയും ഒക്കെ കഷായം വെച്ചിട്ടൊക്കെ അവിടെ വ്യാപകമായിട്ട് ഉപയോഗിക്കാറുണ്ട്. പിന്നെ നമ്മുടെ ഈ മാംഗോസിൻ്റെ എടുത്ത് പറയേണ്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് പഴങ്ങളുടെ റാണി, ക്യൂൻ ഓഫ് ദ ഫ്രൂട്ട്സ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. പഴങ്ങളുടെ റാണി എന്നറിയപ്പെടാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഇതിന് രസകരമായിട്ടൊരു കഥയും കൂടെ ഇതിൻ്റെ പിറകിലുണ്ട്. 19-ാം നൂറ്റാണ്ടിൽ നമ്മുടെ ബ്രിട്ടനിലെ വിക്ടോറിയ രാജ്ഞി ഈ ഒരു പഴം അവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എത്തിച്ചു കൊടുക്കുന്നവർക്ക്, ഈ പഴം കേടുകൂടാതെ എത്തിച്ചു കൊടുക്കുന്നവർക്ക് 100 പൗണ്ട് വരെയും അതേപോലെ തന്നെ നൈറ്റ്ഹുഡ് പദവിയും നൽകുമെന്നൊക്കെ അവർ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടാണ്, അത്രത്തോളം വിശേഷപ്പെട്ട ഒരു പഴമായതുകൊണ്ടാണ് ഈ നൈറ്റ്ഹുഡ് പദവി എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ ഭാരതരത്ന അതുപോലുള്ള ഇതൊക്കെ കൊടുക്കുമല്ലോ, അപ്പം അതുപോലുള്ള ഒരു പദവിയായിരുന്നു അവിടുത്തെ നൈറ്റ്ഹുഡ് എന്ന് പറയുന്ന ആ ഒരു പദവി. അപ്പോൾ അത്രത്തോളം വിശേഷപ്പെട്ട പഴം എന്നുള്ളത് കൊണ്ടാണ്, ആ ഒരു കഥ കൊണ്ടാണ് ഈ ഒരു പഴത്തിന് നമ്മൾ ക്യൂൻ ഓഫ് ദ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ പഴങ്ങളുടെ റാണി എന്നറിയപ്പെടാനുള്ളൊരു കാരണം. അതേപോലെ തന്നെ നമ്മുടെ വിയറ്റ്നാമിൽ ഇതിനെ ദൈവത്തിൻ്റെ മുത്ത എന്നറിയപ്പെടുന്നതാണ്. കാരണം അവരുടെ വിശേഷപ്പെട്ട രാജാക്കന്മാർക്ക് കാഴ്ചവെക്കുന്ന പഴങ്ങളിൽ ഏറ്റവും വിശേഷപ്പെട്ട പഴം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു മാംഗോസ്റ്റിനായിരുന്നു. അപ്പോൾ ഇതുപോലെ അറിയപ്പെടുന്നതും നമ്മൾ അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് കഥകളുണ്ടാവും ഓരോ മരത്തെക്കുറിച്ചും ചെടിയെക്കുറിച്ചും. അപ്പം നിസ്സാരമായിട്ട് നമ്മൾ പറഞ്ഞ ഈ ഒരു മാംഗോസിനെ കുറിച്ച് തന്നെ ഇതല്ല, ഇതിൽ ഒരുപാട് കഥകളുണ്ട്. അപ്പോൾ അത്രത്തോളം വിശേഷപ്പെട്ട ഒന്നാണ് നമ്മുടെ മാംഗോസിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലടങ്ങിയിരിക്കുന്ന ആ ഒരു ആൻറ്റി ഓക്സിഡൻറ്റുകളൊക്കെ നമ്മുടെ ശരീരത്തിനും വളരെ പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ ആരോഗ്യപരമായ ഒരുപാട് ഗുണങ്ങളുമുണ്ട്.
അപ്പം നിങ്ങളുടെ വീട്ടിൽ മാംഗോസിന് ഉണ്ടെങ്കിൽ എന്തായാലും കുട്ടികളായാലും വലിയവരായാലും കണ്ടു കഴിഞ്ഞാൽ മാംഗോസിനെ കണ്ടു കഴിഞ്ഞാൽ വിടില്ല എന്ന് നമുക്കറിയാം. കാരണം അത്രത്തോളം ടേസ്റ്റ് ഉള്ള ഒരു ഫ്രൂട്ട്സ് ആണ്. പക്ഷേ ഇത് പെട്ടെന്ന് ഇരുന്നാൽ കേടായി പോകുന്ന ഒരു പഴം കൂടിയാണ് നമ്മുടെ മാംഗോസ്റ്റിൻ. അപ്പം ഇത്രത്തോളം ഒരുപാട് ഗുണങ്ങളുള്ള ആ ഒരു ഫ്രൂട്ട്സ് ഇവിടെ ഉണ്ടായി നിൽക്കണം കണ്ടപ്പം നിങ്ങൾക്ക് അറിയാമെങ്കിൽ കൂടി നമ്മൾ ഇതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.